ശബരിമല സ്വർണ്ണക്കേസിൽ നടൻ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തെന്ന വാർത്തകളോട് പ്രതികരിച്ച് മകനും നടനുമായ കാളിദാസ് ജയറാം. വാർത്ത കണ്ടപ്പോൾ അച്ഛനെന്താ കുമ്പടിയാണെന്ന് താൻ ചിന്തിച്ചു പോയെന്നും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തതുമായ കാര്യങ്ങളിൽ അപ്പയുടെ പേര് ചേർത്ത് പോകുന്നു എന്നും കാളിദാസ് പറഞ്ഞു. വരാനിരിക്കുന്ന പുതിയ സിനിമയുടെ ആശകൾ ആയിരത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിലാണ് സംസാരിക്കുകയായിരുന്നു താരം. അടുത്ത വീട്ടിലെ പയ്യനെ പോലെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണോ നടനായ ജയറാമിനെ ആളുകൾ കാണുന്നത്? ഏതെങ്കിലും ജയറാം സിനിമയിൽ റഫറൻസ് ഇല്ലാതെ നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് പോകില്ല. അതുകൊണ്ടായിരിക്കാം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തുമായ കാര്യങ്ങളിൽ അപ്പയുടെ പേര് ചേർത്ത് പോകുന്നത്. ഇന്നത്തെ ഒരു വാർത്ത കണ്ടപ്പോൾ അപ്പ കുമ്പടിയാണെന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ചു. കാളിദാസന്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ വീട്ടിലെത്തി ജയറാമിനെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു വെള്ളിയാഴ്ച പുറത്തുവന്ന വിവരം. സ്വർണ്ണപ്പാളികൾ എന്തു ചെയ്തുവെന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ലെന്ന് ജയറാം മൊഴി നൽകിയതായി സൂചന. തുടർന്ന് ജയറാമിനെ അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകി. നടന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ലെന്നും പ്രതികളുമായി സാമ്പത്തിക ഇടപാടില്ലെന്നും ഇനി ചോദ്യം ചെയ്യേണ്ട എന്ന നിലപാടിലാണെന്നും എസ്.ഐ.ടിയുടെ നിലപാട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ച് ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നാണ് എസ്.ഐ.ടി കണ്ടെത്തൽ. ജയറാമിന്റെ മൊഴിയിൽ തീയതിയിൽ മാറ്റം വരുത്തിയതിൽ ദുരൂഹതയില്ലെന്നും എസ്.ഐ.ടിയുടെ നിഗമനം. ജയറാം കുറ്റപത്രത്തിൽ പ്രധാന സാക്ഷികളിൽ ഒരാളാകും.